ലാഭമോ നഷ്ടമായാലും നീ മാത്രമാണെൻ്റെ ദൈവം. ഉയർച്ച താഴ്ചകൾ വന്നാലും നീ മാത്രമാണെൻ്റെ ദൈവം. ലാഭമോ നഷ്ടമായാലും നീ മാത്രമാണെൻ്റെ ദൈവം. ഉയർച്ച താഴ്ചകൾ വന്നാലും നീ മാത്രമാണെൻ്റെ ദൈവം. യേശുവേ, നിൻ സ്നേഹം ഓർത്താൽ ഉമരും പാടുമേ. ക്രൂശിലെ എരിതിയിലും വാഴ്ത്തുമേ. യേശുവേ, നിൻ സ്നേഹം ഓർത്താൽ ഉമരും പാടുമേ. ക്രൂശിലെ ത്യാഗം ഓർത്താൽ എരിതിയിലും വാഴ്ത്തുമേ. ഉമ്മുഖത്തെ പാർത്ത് ആരാധിപ്പേ, എന്നിദയം തന്ന് ആരാധിപ്പേ. ഉമ്മുഖത്തെ പാർത്ത് ആരാധിപ്പേ, എന്നിദയം തന്ന് ആരാധിപ്പേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 11:5. ഒന്ന് നോക്കാം. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. ആമേൻ. ഉൽപ്പത്തി പുസ്തകം ആരംഭ അധ്യായങ്ങളിൽ ആദാമിനെയും ഹവ്വയും കാണാൻ ദൈവം ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. 11-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ അധ്വാനത്തെ കാണാൻ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. ഈ രണ്ടു വാക്കൂടെ ചേർത്ത് പറഞ്ഞാൽ മനുഷ്യനെ കാണാനും മനുഷ്യൻ്റെ അധ്വാനത്തെ കാണാനും ഇറങ്ങി വരുന്നൊരു ദൈവം. എന്നാൽ ഈ രണ്ട് ഭാഗത്തും ഒരു ദൈവോന്മുഖമല്ലാത്ത ശൈലിയിലാണ് മനുഷ്യനെയും മനുഷ്യൻ്റെ അധ്വാനത്തെയും കാണുന്നത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവഹിതപ്രകാരം നമ്മെയും നമ്മുടെ അധ്വാനങ്ങളെയും ദൈവം കാണട്ടെ. സ്തോത്രം. നമ്മളെ മാത്രമല്ല കർത്താവ് കാണുന്നത്, നമ്മളെന്തൊക്കെ ചെയ്യുന്നു, അതിൻ്റെ പിൻപിലുള്ള ഉദ്ദേശം എന്ത്, അത് ദൈവത്തോട് ചോദിച്ചാണോ ദൈവത്തിൽ ആശ്രയിച്ചാണോ ചെയ്യുന്നത്? അതുകൊണ്ട് ഞാൻ ഈ വചനം പറയുമ്പോൾ പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ആരംഭിക്കുന്നുണ്ടോ? കഴിവിലോ അറിവിലോ സാധ്യതയിലോ ഒന്നും ആരംഭിക്കരുത്. ഒന്ന് പ്രാർത്ഥിച്ച് ഒരു ദൈവശബ്ദം ചോദിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന്, കർത്താവേ, ഞാനിത് ചെയ്യാൻ പോവുകയാണ്, എന്നെ ഒന്ന് സഹായിക്കണേ, നിൻ്റെ ഹിതമല്ലെങ്കിൽ എന്നെ തിരുത്തണേ, എന്നെ ഒന്ന് മാറ്റണമേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യവും ചെയ്യുവാൻ ഞാൻ ഈ വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നിർദ്ദേശം തരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ ഓരോ പ്രഭാതവും പ്രാർത്ഥിച്ചാരംഭിക്കുന്നത്. അവരെ ഓരോ ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. നമ്മുടെയൊക്കെ പിതാക്കന്മാരെ ശ്രദ്ധിച്ചിട്ടില്ലേ? പന്തൽ ഇടുന്നത് പോലും പ്രാർത്ഥിച്ചാണ് അതിൻ്റെ തൂണ് പോലും കുഴിച്ചിടുന്നത്. എന്താ? ഓരോ കാര്യവും ദൈവാശ്രയത്തിൽ ദൈവത്തെ ചോദിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ മനുഷ്യൻ ദൈവത്തോട് ചോദിക്കാതെ സാധ്യതകളെ കണ്ട്, സാഹചര്യങ്ങളെ കണ്ട്, ഇന്നലെ വന്നൊരു ഇൻസിഡൻറ്റ് കണ്ട് അവർ ഒരു കാര്യം ചെയ്യുകയാണ്. പക്ഷെ ദൈവം പറയാണ്, അതെന്നോട് ചോദിച്ചിട്ടില്ല, എൻ്റെ ഹൃദയം അതിനകത്തില്ല, എൻ്റെ പദ്ധതി അതിനകത്തില്ല.
ഞാൻ ഇന്നോട് പറയുന്നു, എന്ത് തുടങ്ങുമ്പോഴും ദൈവത്തോട് ചോദിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ കർത്താവുണ്ട്. 11-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ അധ്വാനം കണ്ടിട്ട് അത് പൊളിച്ചു കളഞ്ഞ ദൈവത്തെ കാണുമ്പോൾ, സ്തോത്രം, പുറപ്പാട് പുസ്തകത്തിൽ മനുഷ്യൻ്റെ അധ്വാനത്തെ കണ്ട് അവരെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാം. നിന്റെ അധ്വാനം കണ്ട് നിന്നെ പൊളിച്ചു കളയുകയല്ല, നിന്റെ അധ്വാനം കണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിനമായി തീരട്ടെ. ആ അധ്വാനത്തിന് നടുവിൽ എന്ത് ചെയ്തു? അവർ ദൈവത്തോട് നിലവിളിച്ചു. അവിടെയാണ് ആ സീനായിൽ മോശയോട് ദൈവം പറയുന്നത്, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു, ഞാനത് കണ്ടു. കേട്ടു എന്ന് പറയുമ്പോൾ അത് കണ്ടു എന്നൊരിടത്ത് വാക്കുണ്ട്. അതപ്പോൾ കർത്താവ് കാണാൻ അവിടെ ഉണ്ട്. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം നിങ്ങളെയും നിങ്ങളുടെ അധ്വാനത്തെയും സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന ഒരു നല്ല ദൈവമാണ്. അതുകൊണ്ട് എല്ലാം ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൽ ചാരി ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഞാൻ നിന്റെ കൈയുടെ അധ്വാനത്തെ അനുഗ്രഹിക്കും. നിനക്ക് നന്മ വരും. ആ ചെറിയ ബിസിനസ് ദൈവം അനുഗ്രഹിക്കും. ആ ചെറിയ തുടക്കങ്ങൾ ദൈവം അനുഗ്രഹിക്കും. ഇന്ന് നിന്റെ ആ ഉപജീവന മാർഗമില്ലേ, ദൈവം അതിനെ അനുഗ്രഹിക്കും. നിന്റെ കൃഷി, നിന്റെ വിളവ്, സകല ദൈവം അനുഗ്രഹിക്കും. യെസ്, നിന്നെയും നിന്റെ പ്രവൃത്തികളെയും കാണുവാൻ ഇറങ്ങി വരുന്ന ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. പിതാവേ, ഞങ്ങളെ അങ്ങ് കാണുന്നു, ഞങ്ങളുടെ അധ്വാനത്തെ അങ്ങ് കാണുന്നു, അതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ നടക്കുന്ന ഓരോ വഴികളിലും കർത്താവ് അങ്ങ് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങിൽ ആശ്രയിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമാക്കി ഞങ്ങളെ മാറ്റണം. വേണ്ട അധ്വാനത്തെ അങ്ങ് അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അധ്വാനത്തെ കാണുവാൻ കർത്താവ് അങ്ങ് ഇറങ്ങി വരുമ്പോൾ കർത്താവുടെ അധ്വാനത്തിൻ്റെ നന്മ കർത്താവർക്ക് ലഭിക്കട്ടെ. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇവരുടെ അധ്വാനത്തെ അനുഗ്രഹിക്കണേ, ഇവരുടെ പരിശ്രമത്തെ അനുഗ്രഹിക്കണമേ. എന്ത് കാര്യം ദൈവത്തിൽ ചാരി ഇവർ ചെയ്യുന്നത് കൊണ്ട് തുടക്കങ്ങൾ പരാജയമായി തോന്നിയാലും, തുടക്കങ്ങൾ ഒന്നും നന്നായിട്ട് തോന്നിയില്ലെങ്കിലും കർത്താവെ, അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ അഭിവൃദ്ധിയിലേക്ക് നടത്തണമേ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ അധ്വാനത്തെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ഉപജീവന മാർഗത്തെ അനുഗ്രഹിക്കുന്നു. ദൈവം അവർക്ക് കൊടുത്ത ചെറുതും വലുതുമായ എല്ലാ വരുമാന മാർഗങ്ങളെയും അനുഗ്രഹിക്കുന്നു, അവരുടെ ആത്മീയ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ നാനാവിധമായി തീരുന്ന എല്ലാ സാമ്പത്തികമായ ചോർച്ചകളെയും മാറ്റി പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, ആരോഗ്യത്തോട്ടിരിക്കട്ടെ, സൗഖ്യത്തോട്ടിരിക്കട്ടെ. ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവിൻ്റെ കരം കൂടെയുണ്ട്, കർത്താവിൻ്റെ സ്നേഹം കൂടെയുണ്ട്. ധൈര്യത്തോടിരിക്കുക. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ വർക്കിനെ കർത്താവ് വിസിറ്റ് ചെയ്യാൻ വരുന്നു. ഗോഡ് ബ്ലസ് യു. ഷാലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.